വീണ്ടും പോയി. കേറിക്കോളും കേറിക്കോളും കേറിക്കോളും. കുമ്പിടി അവിടെ കണ്ട് ഇവിടെ കാണും. യെസ്, എത്തിപ്പോയി. ഹലോ. ഓക്കെ ഓക്കെ, കേൾക്കാം കേൾക്കാം. കേൾക്കാൻ പറഞ്ഞോ. അപ്പൊ ഞാൻ വായിച്ചു വന്നത് കുറെ പോയിട്ടുണ്ടാവും ഇത്. പക്ഷെ കാര്യമായിട്ടൊന്നുമില്ല. ഇവര് ഡോക്ടർ ബോബിന്റെയും രണ്ട് മക്കളും അവരുടെ അമ്മയുടെ ഒക്കെ ചെറിയ കുട്ടിക്കാലത്തുള്ള ജീവിതങ്ങളെ കുറിച്ചും ചെറുപ്പകാലത്തുള്ള ജീവിതങ്ങളെ കുറിച്ചുമാണ് എത്ര നേരം പറഞ്ഞു. ഡോക്ടർ ബോബ് എങ്ങനത്തെ ഒരാളായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എത്ര നേരം വായിച്ചത്. ഇറ്റ് വാസ് ദ മിഡിൽ ഓഫ് ഡിപ്രഷൻ. It was the middle of the depression and he bought a roll your own mission. We thought this was beneath our dignity, said Smithy. ഒരു മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ റോൾ യുവർ ഓൺ മിഷൻ, അങ്ങനെ ഒരു മിഷൻ അതെന്താണെന്ന് എനിക്കറിയില്ല. വി തോട്ട് ദിസ് വാസ് ബിനീത്ത് അവർ ഡിഗ്നിറ്റി, ഞങ്ങളുടെ അന്തസ്സിന് പറ്റാത്തതാണെന്നാണ് സ്മിതിക്ക് തോന്നിയത്. We volunteered to roll her some and mix pencil shavings and with tobacco. When she lit one, it flamed up and she had to blow it out. The same thing happened with the next. Finally, she said, "You know, these don't taste as good as the ones you get in the package." ഇതൊക്കെ അവർക്ക് ഉണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങൾ. Smithy also remembered his mother chided him when she found he had started to smoke. "What about you?" he replied. "You smoke." അതായത് ഈ പയ്യൻ സിഗരറ്റ് വലിക്കുമ്പോൾ അവര് അമ്മ അത് പറയുകയും ഇവൻ തിരിച്ചു ചോദിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ. "Don't you say anything to me about smoking now," Annie replied. "And if you wait until you are 50 years old before you start, I won't say anything to you either." 50 വയസ്സിന് ശേഷം വലിക്കുകയാണെങ്കിൽ ഞാനൊന്നും പറയില്ലായിരുന്നു അമ്മ മകനോട് പറയാണ്. Dr. Bob also smoked, but would say, "Me, I don't smoke. Annie is the one who smokes in this family." ഡോക്ടർ ബോബ് സ്മോക്ക് ചെയ്തിരുന്നെങ്കിലും ഞാൻ വലിക്കാറില്ല എന്ന് പറയും. ആനി, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് സ്മോക്ക് ചെയ്യുക എന്നാണ് പറയുക. Mom was easily shocked, and her shyness and unworldliness were a source of constant delight to Dad. അവരൊരു സാധാരണ ഒരു വളരെ നാണം കുടുങ്ങിയ ഒരു സ്ത്രീയായിരുന്നു. അൺവേൾഡ്ലിനെസ്, ജനകീയമായിട്ടുള്ള ഒരു ആളല്ല. ആൻഡ് എ സോഴ്സ് ഓഫ് കോൺസ്റ്റന്റ് ഡിലൈറ്റ് ടു Dad. ഏത് സമയത്തും അവര് ഡോക്ടർ ബോബിനൊരു ഒരു ഡിലൈറ്റ് ആയിരുന്നു, ഒരു സന്തോഷമായിരുന്നു. Who loved to bring home some items of unconventional action and watch her reaction, said Smith. എന്തെങ്കിലും സാധാരണയല്ലാത്ത എന്തെങ്കിലും കൊണ്ടുവന്ന് ഈ ആനിയുടെ റിയാക്ഷൻ കാണുന്നതിൽ അദ്ദേഹത്തിന് ബോബിനൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് ഇവർ ഓർത്താണ്, സ്മിതി ഓർത്താണ്. After being involved with drunks for a while, however, nothing could surprise or shock her. എന്നിരുന്നാലും കുറെ കുടിയന്മാരുടെ കൂടെ ഇൻവോൾവ് ആവുമ്പോൾ ഒന്നും തന്നെ അവർക്കൊരു അത്ഭുതമായിട്ടോ അല്ലെങ്കിൽ ഒരു ഷോക്കായിട്ടോ തോന്നിയിരുന്നില്ല. As his memories moved ahead to the AAs. അപ്പൊ അങ്ങനെ ജീവിത രീതിയിലെത്തിയ കാര്യങ്ങളിലേക്ക് ഓർത്തു. Even though their ways might be foreign to her own upbringing, even though their ways might be foreign to her own upbringing, ഇവർ വളർന്നു വരുന്ന രീതി അങ്ങനെ വ്യത്യസ്തമായിരുന്നാൽ പോലും മദർ വാസ് എക്സ്ട്രീംലി ടോളറന്റ് ഓഫ് others. She just could not criticize. She always sought to excuse their actions. അമ്മ, അതായത് ആനി, വളരെ മറ്റുള്ളവരെ പരിഗണിക്കുന്ന തരത്തിലായിരുന്നു, ആരെയും കുറ്റം പറയാത്ത ഒരു സ്ത്രീയായിരുന്നു.
ഓൾവേസ് സോട്ട് ടു എക്സ്ക്യൂസ്. എന്ത് തന്നെ തെറ്റ് ചെയ്താലും അതിനെ എക്സ്ക്യൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അതിനെ വിട്ടുകളയാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു. ഹെർ അഡ്വൈസ് വാസ് നെവർ given on the spur of the moment, but was reserved until she had time to pray and think about the problem. വെറുതെ പെട്ടെന്നുള്ളൊരു അഡ്വൈസ് ആയിരുന്നില്ല, പക്ഷെ കുറച്ച് പ്രാർത്ഥിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് പ്രശ്നം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമായിരുന്നു അവർ അഡ്വൈസ് ചെയ്തിരുന്നത്. സ്മിതി സെഡ്. ഇതൊക്കെ ആ മകൻ പറയുകയാണ്. ആസ് എ റിസൾട്ട്, her answer was given in a very loving, unselfish way, and served to steady dad to a very great deal. അതുകൊണ്ട് എപ്പോഴും അവരുടെ മറുപടി വളരെ സ്നേഹത്തോടും ഒരു സെൽഫിഷ് അല്ലാതെയും അത് അച്ഛനെ നേരെയാക്കാനും ഒരു പരിധിവരെ അച്ഛനെ നേരെയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മദർ ഓൾവേസ് ഹാഡ് എ വെരി ഡീപ് ലോയൽറ്റി ടു അവർ ഫാമിലി. അമ്മയ്ക്ക് ഈ കുടുംബത്തിനോട് കടപ്പാടുണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ ടു ദി AA, പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിലും, വിച്ച് മെയ്ഡ് നോ പേഴ്സണൽ സാക്രിഫൈസ് ടു ഗ്രേറ്റ്. എന്ത് തന്നെ ഒരു ത്യാഗം ഉണ്ടെങ്കിലും അത് അത്ര വലുതല്ലാതാക്കിയത്. She just would not spend any money on herself in order to help the family get the things she thought they needed. അവർക്ക് വേണ്ടി പൈസ ചെലവാക്കിയിരുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി പൈസ ചെലവാക്കാൻ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ പൈസ ചെലവാക്കി. By nature, a rather by nature a rather timid person, she could nevertheless rise to great heights. സ്വാഭാവികമായിട്ട് അവരൊരു വളരെ ടിമിഡ് ചില അത്ര ഉഷാറുള്ള ആളല്ല, വളരെ അടങ്ങിയ ഒരാൾ. ഷീ കുഡ് നെവർലെസ് റൈസ് ടു ഗ്രേറ്റ് ഹൈറ്റ്സ്. അവർക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റിയില്ല. ഇഫ് ഷീ തോട്ട് ദി ഒക്കേഷൻ വാറണ്ടഡ്, അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിലും പോലും. ഇതൊക്കെ സ്മിതി പറയുന്നതാണ്. ഐ ആം തിങ്കിങ് ഓഫ് ദി ടൈംസ് വെൻ this happened. I'm thinking of the times when she thought the AA program was in danger. When this happened, mother would be ready to do battle with anyone for the principles she believed were right. പ്രത്യേകിച്ച് ഇത് AA പ്രോഗ്രാം ഒരു ഡേഞ്ചറിലാണെന്ന് തോന്നിയപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. മദർ, അതായത് ആനി would be ready to do battle with anyone for the principles she believed. അവര് വിശ്വസിച്ചിരുന്ന തത്വങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവര് തർക്കം ചെയ്യുകയായിരുന്നു. I have always seen her rise out of her quiet disposition in defense of dad or myself personally. പല സമയത്ത് അവര് seen her rise out of her quiet disposition. വളരെ ക്വയറ്റ് ആയിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഡിഫൻസിലേക്ക്, എതിർക്കുന്ന ഒരു, അല്ലെങ്കിൽ ഡിഫൻസ് ചെയ്യാൻ ഒരു കാര്യത്തിലേക്ക് പോവായിരുന്നു. ബട്ട് മെമ്മറീസ് ഓഫ് ദി ഫാമിലീസ് ലാസ്റ്റ് pre-AA years are naturally darker. ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരുടെ AA വരുന്നതിന് മുമ്പുള്ള സമയം വളരെ ഇരുണ്ടതായിരുന്നു. As the children were growing up, the Smiths became more or less
ostracized by their friends. They couldn't accept invitations because Bob was sure to get drunk and cause a scene. ഇവർ വളർന്നു വരുന്ന സമയത്ത് സ്മിത്സ് became more or less ostracized. അവരെ ഒതുക്കി വെക്കപ്പെട്ടു. ഇൻവിറ്റേഷൻ ഒന്നും അവർക്ക് സ്വീകരിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബോബ് വാസ് ഷുവർ ടു ഗെറ്റ് ഡ്രങ്ക് ആൻഡ് കോസ് എ സീൻ. എല്ലാ സമയത്തും ബോബ് കുടിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. ആൻഡ് ആനി, ടു ഹും ഹോസ്പിറ്റാലിറ്റി വാസ് സെക്കൻഡ് നേച്ചർ, didn't dare ask people to their home for the same reason. അപ്പൊ ആനിക്കും ഇതൊരു ബുദ്ധിമുട്ടായിരുന്നു. അവര് അത് ചെയ്തില്ല. Dr. Bob's alcoholism became more and more noticeable to the children as they grew older. ഡോക്ടർ ബോബിന്റെ മദ്യാസക്തി വളരെ പ്രത്യക്ഷമായി കാണപ്പെട്ടു. ഈ കുട്ടികൾ കാണപ്പെട്ടു അവർ വളർന്നു വരുമ്പോൾ. He began to promise them as well as Annie and their few remaining friends to stop drinking. അദ്ദേഹം വാഗ്ദാനങ്ങൾ ചെയ്യുമായിരുന്നു കൂടി നിർത്താം എന്നുള്ളത്. Promises, he said, seldom kept me sober, even through the day. Promises, he said, which seldom kept me sober even through the day, though I was very sincere when I made them. സത്യസന്ധമായിട്ട് തന്നെ ആണ് പ്രോമിസ് അല്ലെങ്കിൽ കുടിക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും ആ ഒരു പ്രോമിസ് നിലനിർത്താൻ സാധിച്ചില്ല. അദ്ദേഹം വീണ്ടും പോയി കുടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. Smithy's earliest recollections of his father's drinking, as recorded by Bill Wilson in 1954, a few years after Dr. Bob's death, were mostly about its effect on his mother. അപ്പൊ ഈ മകന്റെ ഡോക്ടർ ബോബിന്റെ മകന്റെ ആദ്യത്തെ റിക്കലക്ഷൻസ് ആസ് റെക്കോർഡഡ് ബൈ ബിൽ വിൽസൺ, ബില്ല് റെക്കോർഡ് ചെയ്ത് 1954 ഡോക്ടർ ബോബ് മരിച്ചതിന് ശേഷം അത് കൂടുതലായിട്ടും അമ്മയ്ക്കുണ്ടായ എഫക്റ്റ്, ഇദ്ദേഹത്തിന്റെ മദ്യപാനം അമ്മയെ ഏത് രീതിയിൽ ബാധിച്ചു എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. She was very much opposed to it and had quite a problem with that. അവർ മദ്യപാനത്തെ എതിർത്തിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു അച്ഛനുമായിട്ട്. In that, when he got a real truth, he wouldn't come home. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങില്ല. പല സമയത്തും വീട്ടിലേക്ക് മടങ്ങില്ല. I imagine I was 13 or 14. I know I wasn't old enough to drive, so I couldn't go looking for it. വീട്ടിൽ കാണാതാവുമ്പോൾ എനിക്ക് പോയി അദ്ദേഹത്തെ പുറത്ത് ഒരു തിരിച്ചൽ നടത്താൻ സാധിക്കില്ല. തിരിച്ചൽ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. 13-14 വയസ്സായിരുന്നു. മദർ ട്രൈഡ് ടൈം ആഫ്റ്റർ ടൈം ടു എക്സ്ട്രാക്ട് പ്രോമിസസ് ഫ്രം ഹിം. അമ്മ കൂടുതൽ അച്ഛനിൽ നിന്നും ഇതേപോലെ കുടിക്കില്ല എന്നുള്ള ഉറപ്പ് സത്യം ചെയ്യിപ്പിച്ചിരുന്നു. ഹി വാസ് ഓൾവേസ് ഗോയിങ് ടു ഗിവ് ഇറ്റ് അപ്പ്. പക്ഷെ എന്നിരുന്നാലും അത് സത്യം ചെയ്തിട്ട് അത് പാലിക്കാതെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. He said he would never touch another drink in his life. ഇനി അടുത്ത കുടി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. I remember one time she became so desperate that she took me upstairs and said, "No, I am going to take a drink of whiskey." അവര് ഒരു സമയത്ത് സ്മിതി ഓർക്കണം, മുകളിലത്തെ നിലയിൽ പോയി, അവര് വളരെ മോശപ്പെട്ട നിലയിലായതുകൊണ്ട് ഞാൻ ഇനി കുടിക്കാൻ ആരംഭിക്കുകയാണെന്ന് അവർ പറഞ്ഞു. ആൻഡ് വെൻ ഹി കംസ് ഹോം ടുനൈറ്റ് യു ടെൽ ഹിം ഐ ആം ഡ്രങ്ക്. അപ്പൊ ഇന്ന് ബോബ് തിരിച്ചു വരുമ്പോ അമ്മ കുടിച്ച അവശ നിലയിലാണെന്ന് ബോബിനോട് പറയാൻ പറയുന്നു. ഷീ ടുക്ക് എ ഡ്രിങ്ക് ഓഫ് ഇറ്റ് ആൻഡ് ട്രൈ ടു ആക്ട് ലൈക്ക് ഷി വാസ് ഡ്രങ്ക്. അമ്മ അപ്പൊ കുറച്ച് കുടിച്ചിട്ട് ഫുൾ ഫിറ്റായ പോലെ അഭിനയിക്കാൻ വേണ്ടി ശ്രമിച്ചു. It ended up in quite an uproar and didn't accomplish much. പക്ഷെ അതിനൊന്നും പ്രയോജനം ഉണ്ടായില്ല. I don't think he thought she was drunk.
ബോബിന് അതിലൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല. ഇവര് മദ്യപിച്ച അവശനിലയിലാണെന്നൊന്നും തോന്നിയില്ല. He was just embarrassed by the show he was putting on. He was embarrassed by the show she was putting on. ഇവർ കാണിക്കുന്നുണ്ട് കണ്ടിട്ട് ഒരു വല്ലാതെ ആയിപ്പോയി. But you can see how desperate she was to show him what he was doing to himself. ഇതവര് ചെയ്തത്, ബോബിന്റെ വൈഫ് ആനി ചെയ്തത്, ബോബ് എന്താ ചെയ്യുന്നത്, മദ്യപിച്ച് എന്താ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഡോക്ടർ ബോബ് എന്താ ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ അഭിനയിക്കുന്ന പോലെ ചെയ്തതായിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഷീ എവർ ഹാഡ് എ ഡ്രിങ്ക് ബിഫോർ ഓർ ആഫ്റ്റർ. പക്ഷെ അവർ അതിനു മുമ്പോ അതിനു ശേഷമോ പിന്നെ കുടിച്ചതായിട്ട് എനിക്കറിയില്ല. It was 1933 and times were awful hard. സ്മിറ്റി കണ്ടിന്യൂ. ഇത് പറയുന്നതെല്ലാം സ്മിറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1933 വളരെ മോശമായി. നോട്ട് ഓൺലി വിത്ത് ഡാഡ് ബട്ട് വിത്ത് എവ്രിബഡി. ഡോക്ടർ ബോബിന് മാത്രമല്ല, കുടുംബം മുഴുവൻ വളരെ മോശപ്പെട്ട സ്ഥിതിയിലായി. അക്രോൺ വാസ് one industry town. Akron was one industry town, and when the rubber shops were down, everything was down. Akronile സ്ഥിതികൾ മോശമായി. ബിസിനസ് എല്ലാം മോശമായി. അതുകൊണ്ട് എല്ലാം മോശമായി. We had a second car, but not enough money to license it. പൈസ ഇല്ലാതായി. ഒരു കാർ ഉണ്ടായിരുന്നു, അതിന് ലൈസൻസ് ചെയ്യാനുള്ള കാറിന്റെ പൈസ ഇല്ലാതായി. ദി മോർഗേജ് മൊറട്ടോറിയം വാസ് ഓൾ ദാറ്റ് സേവ്ഡ് അവർ ഹൗസ്. അടമാനം വെച്ചിട്ടുള്ള ഒരു ഇത് മാത്രമാണ് അവരുടെ വീട് രക്ഷിച്ചത്. ആൻഡ് വി ഏറ്റ് ഇനഫ് പൊട്ടറ്റോ സൂപ്പ് ടു ഫ്ലോട്ട് ദാറ്റ്. ഒരു ദാരിദ്ര്യം പോലുള്ള ഒരു അവസ്ഥയിലായ കുറിച്ച് പറയാം. ദാറ്റ് ആൻഡ് ഓൾമോസ്റ്റ് നോ പ്രാക്ടീസ് ലെഫ്റ്റ്. ഡോക്ടർ ബോബിന് പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് തൊഴിൽപരമായിട്ട് വളരെ മോശമായി. He would be in hiding or home and indisposed. He would be in hiding or home and indisposed. ഒന്നിൽ എവിടെയെങ്കിലും ഒളിവിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിലായിരിക്കും. ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയിൽ. മദർ ലൈഡ് ടു ഹിസ് പേഷ്യൻസ് ആൻഡ് സോ ഡിഡ് ലില്ലി, ഹിസ് ഓഫീസ് ഗേൾ. ഡോക്ടർ ബോബിന്റെ ഭാര്യ നുണ പറഞ്ഞു പേഷ്യൻസിന്റെ അടുത്ത്. ഓഫീസിലുള്ള ലിലിയും അതേപോലെ നുണ പറഞ്ഞു. He very seldom drove when he had been drinking, Smithy said. വല്ലപ്പോഴും കാർ ഓടിച്ചിരുന്നു മദ്യപിക്കുന്ന സമയത്ത്. He had the boys in the central garage trained to drive him home. അദ്ദേഹത്തിന് പയ്യന്മാരുണ്ടായിരുന്നു അവിടെ. ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കാർ ഓടിച്ച് കൊണ്ടാക്കാനായിട്ട്. Mother always tried to frisk him when he came in. അമ്മ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു അദ്ദേഹം വരുമ്പോൾ. She wanted to see if she could possibly keep him in good shape for the next morning. എങ്ങനെയെങ്കിലും നേരെയാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അടുത്ത ദിവസം രാവിലെയെങ്കിൽ. But dad had ways of getting around it. പക്ഷെ അദ്ദേഹത്തിന്റെ തന്നെ രീതിയിൽ ഇതൊക്കെ മാറി തെന്നി പോവായിരുന്നു. He wore heavy driving mittens during the winter, car heaters being very poor then. He put half a pint of medicinal alcohol in one of them and toss it up on the second story sun porch. അദ്ദേഹം അവിടുന്ന് ഈ ആശുപത്രിയിലെ മെഡിസിനൽ ആൽക്കഹോൾ, അത് ആ ഡ്രസ്സിൽ, വലിയ ഡ്രസ്സായിരുന്നു, അതിൽ കൊണ്ടുവന്നിട്ട് അതിനെ രണ്ടാമത്തെ നിലയിലേക്ക് എറിയുമായിരുന്നു. After mother had frisked him, he would go upstairs and get his whiskey. ഇവിടുന്ന് ഈ ടോട്ടല് അമ്മയുമായിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ മോളിലേക്ക് പോയി ആ രണ്ടാം നിലയിൽ പോയിട്ട് ആ വിസ്കി കുടിക്കും. When he came down again, it would be obvious he had been drinking. മദ്യപിച്ച് ചോട്ടിൽ വരുമ്പോൾ സംഗതി പുറത്തു വരും. She never did figure that one out.
ഷി നെവർ ഡിഡ് ഫിഗർ ദറ്റ് വൺ ഔട്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുള്ളതും അവർക്ക് മനസ്സിലായിരുന്നില്ല. ദാറ്റ് വാസ് ഇൻ ദ ഓൺലി ട്രിക്ക് ഡോക്ടർ ബോബ് ഹാഡ് അപ്പ് ഹിസ് ഗ്ലോ. ഇത് മാത്രമായിരുന്നില്ല ഡോക്ടർ ബോബിന്റെ ട്രിക്ക്. പല തന്ത്രങ്ങളിൽ ഇതൊന്നും മാത്രമായിരുന്നില്ല. like many another alcoholic before, after, and yet to come, he was expert at obtaining and maintaining his supply. ഏത് മദ്യാസക്തനെ പോലെയും അദ്ദേഹത്തിന്റെ കുടിക്കാനുള്ള സാധനം കൊണ്ടുവരാനായിട്ട് അയാൾക്ക് വളരെ തന്ത്രപൂർവ്വം സാധിച്ചിരുന്നു. If my wife was planning to go out in the afternoon, I would get a large supply of liquor and smuggle it home and hide it in the coal bin. So, ഭാര്യ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ കുറെ മദ്യം കടത്തിക്കൊണ്ടുവന്ന് അവിടുത്തെ കരിബിൻ കോൾ ബിന്നിൽ കൊണ്ടുവയ്ക്കുമായിരുന്നു. The clothes chute over door jams, over beams in the cellar and in cracks in the cellar type. പല സ്ഥലങ്ങളിലും അത് ഈ മദ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു. He said, I also made use of old trunks and chests, the old can container and even the ash container. പല സ്ഥലങ്ങളിലും മദ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു. He never used the water tank on the toilet because that looked too easy. ടോയ്ലറ്റിലുള്ള വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ച് വെക്കില്ല. എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാരണമാണ്. ഇറ്റ് വാസ് എ ഗുഡ് തിങ് ടു ഫോർ ബോബ് വാസ് എക്സ്പെർട്ട് അറ്റ് ഹൈഡിങ്. ആനി വാസ് എക്സ്പെർട്ട് അറ്റ് സീക്കിങ്. ഇദ്ദേഹം ഒളിപ്പിച്ചു വെക്കുന്നതിൽ വളരെ സമർത്ഥനായിരുന്നെങ്കിലും ആനി അത് കണ്ടുപിടിക്കുന്നതിലും വളരെ സമർത്ഥയായ ഒരു സ്ത്രീയായിരുന്നു. This was one place she inspected regularly. ഈ സ്ഥലം അവര് കൂടെ ചെക്ക് ചെയ്യുമായിരുന്നു. Bob also told the bottle girl to hide booze at the back steps where he could get to it at his convenience. മദ്യം ബാക്ക് സ്റ്റെപ്സിൽ ഒളിപ്പിച്ചു വെക്കാൻ പറഞ്ഞു. സൗകര്യം പോലെ അത് എടുത്ത് കുടിക്കാന്നുള്ളത്. Sometimes I would bring it in my pockets, he said. I used also to put it up in 4-ounce bottles and stick several in my stocking tops. പല രീതിയിലും മദ്യം കൊണ്ടുവന്ന കാര്യം പറയുകയാണ്. സ്റ്റോക്കിംഗ് ടോപ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നി സോക്സ് പോലത്തെ, പിന്നെ 4 ounce ബോട്ടിലാക്കി കൊണ്ടുവരും. പല രീതിയിൽ മദ്യം ഒളിപ്പിച്ച് കൊണ്ടുവരും. ദിസ് വർക്ക് നൈസ്ലി അണ്ടിൽ മൈ വൈഫ് ആൻഡ് ഐ വെന്റ് ടു സീ ബാലസ്ബറി ഇൻ tugboat Annie, where Beery pulled the same stunt in an attempt to deceive Mary Dressler, after which the pant leg and stocking racket was out. അത് കണ്ടുപിടിക്കപ്പെട്ടു. അതുവരെ ഇത് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. When beer became legal in early 1933, Dr. Bob thought this might provide a solution to satisfy everybody. 1933 ബിയർ ലീഗലായപ്പോ ഡോക്ടർ ബോബ് വിചാരിച്ചു ഇത് എല്ലാത്തിനും ഒരു പരിഹാരമാവും എന്ന് വിചാരിച്ചു. And he would not actually have to stop drinking. It was harmless. He said, nobody ever drunk on beer. ബിയർ അത്ര ഹാനികരമൊന്നുമില്ല. ആരും ബിയർ അടിച്ച് ഫിറ്റാവൊന്നുമില്ല. ബിയർ ഇഷ്ടം പോലെ കുടിക്കാം എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. Perhaps Bob had superhuman powers of persuasion. Perhaps Annie was in such a state of depression. She was willing to try anything. ഒരുപക്ഷെ ബോബ് നിർബന്ധിക്കുന്ന കാര്യത്തിൽ ഒരു സൂപ്പർമാൻ ആയിരുന്നു. മാത്രമല്ല ആനി വളരെ അത്രയും മോശപ്പെട്ട ഒരു സ്ഥിതിയിലായിരുന്നു. എന്ത് പറഞ്ഞാലും അവർ ട്രൈ ചെയ്യാൻ തയ്യാറായിരുന്നു. In any case,
It was with her permission that he filled the cellar with beer. അപ്പോൾ അവരുടെ തന്നെ സമ്മതത്തോടു കൂടി ബിയർ കുടിക്കാൻ തുടങ്ങി. It was not long before I was drinking at least a case and a half a day. അത് പെട്ടെന്ന് തന്നെ ഒരു കേസും അതിന്റെ പകുതിയുമായി ഒരു ദിവസം കഴിക്കേണ്ട സ്ഥിതിയിലെത്തി. I put on 30 pounds of weight in about 2 months. 30 പൗണ്ട് വെയിറ്റ് കൂടി ഒരു 2 മാസത്തിൽ. ലുക്ക് ലൈക്ക് എ പിഗ്, ഒരു പന്നിയെ പോലെ, വെയിറ്റ് കൂടി ഒരു പന്നിയെ പോലെ. And was uncomfortable from shortness of breath. ശ്വാസം മുട്ടൽ ഉണ്ടായി, ബിയർ കുടിച്ച് ആള് വീർത്തിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. Then it occurred to him that if he was all smelled up with beer, അദ്ദേഹത്തെ ബിയർ വാസനിക്കുന്നുണ്ടായിരുന്നു. Nobody could tell what he had been drinking. So he began to needle the beer with straight alcohol. ഇദ്ദേഹം എന്താ കഴിക്കുന്ന, ബിയർ മാത്രമാണ് കഴിക്കുന്നത്, അല്ല വേറെ വല്ലതും കഴിക്കുന്നു, അതൊന്നും ആർക്കും അറിയുന്നില്ല. അപ്പോൾ മിക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. There were the usual results. And that ended the beer experiment, Dr. Bob said. അപ്പൊ അതോടുകൂടി അത് സംഗതികൾ വളരെ മോശമായപ്പോ ഇതും അവസാനിച്ചു. ഈ ബിയർ കുടിച്ചിട്ടുള്ള ഈ കളി അവസാനിച്ചു. During the beer drinking phase in 1934, Smithy had gone with his father to visit Dr. Bob's mother and old friends in Vermont. സ്മിത്തി അച്ഛൻ്റെ കൂടെ പഴയ ഫ്രണ്ട്സിനെ കാണാൻ വെർമോണ്ടിലേക്ക് പോയിരുന്നു. I was 16, Smithy recalled. ആ സമയത്ത് സ്മിത്തിക്ക് 16 വയസ്സായിരുന്നു. And got to do most of the driving. അപ്പോ വണ്ടി ഓടിക്കല് ഇദ്ദേഹത്തിന്റെ പണിയായിരുന്നു കൂടുതലായിട്ട്. Because he was drinking. എന്താ വെച്ചാൽ ബോബ് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് വണ്ടി ഓടിക്കേണ്ടി വന്നു. I remember that he was afraid Vermont might still be dry. അദ്ദേഹത്തിന് ചെറിയൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, വെർമോണ്ടിൽ പോയ സാധനം കിട്ടില്ലയോ, ഇപ്പോഴും ഡ്രൈ ആയിരിക്കുമെന്ന്. So we loaded up with cases and cases of beer at the New York line. അപ്പോ കുറെ കേസായിട്ട് ബിയർ നിറപ്പിച്ചു കാറില്. Then we found out it was wet. പിന്നീടാണ് മനസ്സിലായത് അവിടെ വെർമോണ്ടില് വെറ്റായിരുന്നു, അതായത് മദ്യം കിട്ടുമായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. കാറില് മുഴുവൻ ബിയർ നിറച്ച ശേഷം അങ്ങ് അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് അവിടെ മദ്യം കിട്ടാതെ ഒന്നും ഇല്ല എന്ന്. Sue was about the same age in high school. Sue മകള് ഏകദേശം അതേ വയസ്സില് സ്കൂളിലായിരുന്നു. With her father's problem with alcohol down on her. അച്ഛന്റെ മദ്യപാനം അവളിൽ അത് കാണാൻ തുടങ്ങി, അവളിൽ അത് പ്രതിഫലിക്കാൻ തുടങ്ങി. I remember mom worrying about where he was or making excuses. She told Bill Wilson in 1954. പിന്നീട് ബില്ലിനോട് അമ്മ പറയുന്നുണ്ടായിരുന്നു എന്തെല്ലാം ഒഴിവുകളാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്, എവിടെയാണെന്നൊന്നും അറിയാത്തൊരു. But it really hit me when my friends came to the house. ശരിക്കും അത് മനസ്സിലായത് ഞങ്ങളുടെ സുഹൃത്തുക്കൾ വീട്ടിൽ വന്നപ്പോഴാണ്. Dad got irritable and I couldn't understand why. I finally asked mom and she told me he never appeared to be tight, but my friends and I would be downstairs and he would get annoyed because we were in his way when he wanted to get to his supply in the cellar. My friends just thought he was cross. അതായിരുന്നു അദ്ദേഹത്തിന്റെ മദ്യപാനത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ സ്മിത്തിയും അവരുടെ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. Later, when I knew what was going on, he would get touchy about the subject and would get into little arguments with you. അപ്പൊ സംഗതികൾ പുറത്തു വരുമ്പോ അദ്ദേഹം വാദിക്കാൻ തുടങ്ങി. They weren't anything serious, just enough. കാര്യമായിട്ടുള്ള ഇതായിരുന്നില്ല, പക്ഷെ ഇത് മദ്യപിക്കുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യം. Well, he was New England and bullheaded. And I was bullheaded. Dad's drinking never made him mean. ഒരു അർത്ഥമില്ലാത്തൊരു
കുടിയായി മാറി അച്ഛൻ്റെത്. ഹി വാസ് മോസ്റ്റ്ലി ഇറിറ്റബിൾ. എല്ലാ സമയത്തും ഒരു ഒരു വല്ലാത്തൊരു അവസ്ഥ, ഒരു സുഖമില്ലാത്തൊരവസ്ഥ. ഹി സോർട്ട് ഓഫ് സ്നക്ക് ഇൻ മോസ്റ്റ് ഓഫ് ദ ടൈം. ഉൾവലിഞ്ഞ ഒരു എപ്പോഴും ഒരു ഉൾവലിഞ്ഞ ഒരാളായി. ഓർ ഹി വാസ് ഇൻ ബെഡ് റെസ്റ്റിംഗ്, അല്ലെങ്കിൽ കിടന്നുകൊണ്ടിരിക്കും. It got worse and worse. മോശത്തിൽ നിന്ന് മോശമായി. We were in debt and he was sick many mornings until noon. പിന്നീട് അദ്ദേഹം പല പ്രഭാതങ്ങളിലും സുഖമില്ലാത്ത ഒരാളായിരുന്നു. ഉച്ചവരെ കിടപ്പായിരുന്നു. The money problem grew. പൈസക്കുള്ള ബുദ്ധിമുട്ട് കൂടി വന്നു. She remembered how her mother would have to pay debts with money received for Christmas and birthdays. She ഓർക്കണം, ഡോക്ടർ ഓർക്കണം എങ്ങനെ അമ്മ കടബാധ്യതകൾ തീർക്കുന്നുണ്ടായിരുന്നു. ക്രിസ്മസിനും ബർത്ത്ഡേനും കിട്ടിയ പൈസയൊക്കെ അതെടുത്തിട്ട്. Emma K. recalled commenting on a beautiful little statue that had been a Christmas present during this period, only to hear Annie reply, "Oh my dear, if only they had sent food instead." അപ്പൊ അവർക്കൊരു ഭക്ഷണം പോലും കിട്ടാത്തൊരവസ്ഥ. അപ്പൊ വേറെ എന്തോ ഒരു പ്രസന്റ് കൊടുത്തപ്പോ അതിന് പകരം ഭക്ഷണം തരാമായിരുന്നു എന്ന്, അതായത് ആ ഒരു സ്ഥിതിയിൽ. No, I didn't get annoyed at him, but he did put you on the spot a lot of times, Sue said. എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യമൊന്നും ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹമാണ് നിങ്ങളെ ഈ ഇതിലേക്ക് എത്തിച്ചത്. You couldn't be loyal to him and mom both. I felt that put me in the middle. അച്ഛനോട് അമ്മയോടും ലോയലായിട്ടൊന്നും ഇരിക്കാൻ സാധിച്ചില്ല. എൻ്റെ ഇടയിലായിരുന്നു. I remember once he asked me to get his bottle for him. ഒരു സമയത്ത് ഇദ്ദേഹം ബോബ് ഒരു കുപ്പി ആവശ്യപ്പെട്ടു. I didn't do it and he offered me money. ഞാനത് ചെയ്തില്ല. അപ്പൊ പൈസ തരാമെന്ന് പറഞ്ഞു. He finally got up to $10 and I still wouldn't do it. $10 വരെ തരാമെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞു. That was when I realized I didn't know much about what was going on with him, how much he wanted it. എന്താണ് ഇദ്ദേഹത്തിന് പറ്റണത്, ഡോക്ടർ ബാബുന് എന്താ പറ്റണമെന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഏതുവരെയും അദ്ദേഹം എത്രത്തോളം അതിന് വേണ്ടി പോകുന്നു എന്നുള്ളത് അറിഞ്ഞു, എത്രത്തോളം അത് വേണ്ടിയിരുന്നു എന്നുള്ളതാണ്. I think he felt guilty about things and he began to make promises to us after he knew we were aware of the problem. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയുമ്പോൾ, അറിഞ്ഞു എന്ന് മൂപ്പർക്ക് ഡോക്ടർ ബോബിന് മനസ്സിലാവുമ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ കുറ്റബോധമായിരുന്നു. പിന്നീട് വാഗ്ദാനങ്ങൾ പറയും, കുടിക്കില്ല എന്നുള്ളതൊക്കെ. I had a dime bank and of course I knew how to get the dimes out. I'd open it and find maybe $2 or $3 extra there. ഒരു ബാങ്കിലുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ I'd open it and find maybe $2 or $3 extra. അവിടെ ഡോളറുകൾ $2-3 extra ഉണ്ടാവും. I think he tried to make it up to me that way. അങ്ങനെയായിരുന്നു അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ട്, അത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിരുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, 11 മണിയായി. ഈ ചാപ്റ്ററും കഴിഞ്ഞു, നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു ലക്ഷ്മൺ സാർ. താങ്ക് യു സോ മച്ച്.